കൈനകരിയിൽ പൂത്തൊരു വല്ലരിയിൽ പുഞ്ചിരി തൂകി വിരിഞ്ഞൊരു ചെറുസൂനം. ചവരത്താ
ഏലിയാസ് അച്ഛൻ. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ നിശ്ചല ജീവിതത്തിനിടയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന കർമ്മയോഗി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ കേരള സഭയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കി വിജയം വരിച്ച നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു, ചാവറയച്ചൻ ഒരു യുഗ സൃഷ്ടാവായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച് കേരളീയ സമൂഹത്തിന് ശക്തിയും വെളിച്ചവും പകർന്ന ചാവറയച്ചൻ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യ തേജസ്സായി ചൂടും വെളിച്ചവും പകരുന്നു. എങ്ങനെയാണ് കേരള സഭയുടെ വളർച്ചയിൽ ചാവറയച്ചൻ ഒരു കെടാവിളക്കായി തീർന്നത്? ഒരു നല്ല സമൂഹത്തിന്റെ വളർച്ചയുടെ അടിത്തറ വിദ്യാഭ്യാസം തന്നെയാണെന്ന് ചാവറയച്ചൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ ചാവറ കുര്യാക്കോസിനെ കുറിച്ച് സിസ്റ്റർ ക്രിസ്റ്റി ജോസ് എഴുതിയ അപ്പൻ എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. അപ്പൻ എന്നപ്പൻ നല്ലൊരപ്പൻ, അപ്പൻ എന്നപ്പൻ നല്ലൊരപ്പൻ, അമ്മ തൻ സ്നേഹവും വാത്സല്യവും അമൃത് പോലെ ഗുണുരപ്പൻ, അമ്മ തൻ സ്നേഹവും വാത്സല്യവും അമൃത് പോലെ ഗുണുരപ്പൻ, അശുദ്ധി ഒന്നുമേ തീണ്ടിടാതെ വിശുദ്ധി തൻ വെഞ്ചാമരം, അശുദ്ധി ഒന്നുമേ തീണ്ടിടാതെ വിശുദ്ധി തൻ വെഞ്ചാമരം, വിശ്വമാകെ വീശിയോനൻ അപ്പൻ, കർമ്മലയ്ക്കൊരു തിലകമായി കൈരളിക്കത് ഭാഗ്യമായി, കൈനഗരിൽ ഉദിച്ചുയർന്ന കനകതാരകമായി കുര്യാക്കോസ് ചാവറ, കനകതാരകമായി കുര്യാക്കോസ് ചാവറ, അപ്പൻ എന്നപ്പൻ നല്ലൊരപ്പൻ. വിദ്യാഭ്യാസ രംഗത്തെ സ്വാധീന കാലത്തിന്റെ ഇടനാഴിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ദർശകനായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ സമ്പന്നവും പരിവർത്തനപരവുമായ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദീകരിക്കുന്നതിൽ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനഗിരി ഗ്രാമത്തിൽ ജനിച്ചു. 19ാം നൂറ്റാണ്ടിലെ കേരള സഭയുടെ ഗുരുതരമായ പ്രതിസന്ധികളെ പരിഹരിച്ച് സർക്കാർ പാതയിലൂടെ നയിച്ച കർമ്മയോഗി. സമൂഹത്തിന്റെ സമ്പൂർണ്ണ പുരോഗതിയും സമൂല പരിവർത്തനവുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പ്രിയപുത്ര വിശുദ്ധ ചാവറ താതാ, വിശുദ്ധ പാതയിൽ വിളങ്ങി നിൽക്കും തിരുസഭതൻ പ്രിയപുത്ര വിശുദ്ധ ചാവറ താതാ. ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭ ഏത്? സന്യാസ സഭ CMI. യെസ്, ഉത്തരം ശരിയാണ്, CMI. കൈനകരിയിൽ പൂത്തൊരു വല്ലരിയിൽ പുഞ്ചിരി തൂക്കി വിരിഞ്ഞൊരു ചെറുസൂനം, പരിമളമേകും പാവനമാം സൂനം.